ഇന്ന് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ചന്ദ്രഗ്രഹണം. ഒരു അന്ധവിശ്വാസം പൊടിച്ചടുക്കിയ ദിവസമാണ്. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ ഉണ്ടാകുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അപഹാരം മൂലമാണ് എന്ന് പ്രാചീന ഭാരതീയർ വിശ്വസിച്ചിരുന്നു. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ പോലും കേരളീയരായിട്ടുള്ള പലരും അത് വിശ്വസിക്കുകയും അന്നേ ദിവസം ഈ തെങ്ങോലയുടെ മടൽ എടുത്ത് ഭൂമിയെ അടിക്കുകയും സൂര്യനെ വിഴുങ്ങിയിരിക്കുന്ന പാമ്പ് വിടാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന പതിവുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് ഞാനത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കേരളീയനായ ആര്യഭടൻ ആഷ്മിക എന്ന് പറയുന്ന പിൽക്കാലത്ത് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യത്തിൽ ജനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് ആര്യഭടൻ എന്ന അദ്ദേഹത്തിന് പേര് വരുന്നതിന് കാരണം നാട്ടുരാജ്യങ്ങളിലൊക്കെ 300 500 600 എന്ന സ്റ്റാറ്റസുള്ള നാടുവാഴികളുണ്ടായിരുന്നു. ആ നാടുവാഴികൾ 300 എന്ന് പറഞ്ഞാൽ 300 ഭടന്മാരുള്ള നാടുവാഴി എന്നർത്ഥം. 500 എന്ന് പറഞ്ഞാൽ 500 ഭടന്മാരുള്ള നാടുവാഴി എന്നർത്ഥം. അതുപോലെ തന്നെ 600 എന്ന് പറഞ്ഞാൽ 600 ഭടന്മാരുള്ള നാടുവാഴി എന്നർത്ഥം. അപ്പോൾ ഇതിൽ ഒരു നാടുവാഴിയുടെ ഭടനായിരുന്നിരിക്കാം ഇദ്ദേഹം എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇദ്ദേഹം ആര്യഭടനല്ല, ആര്യഭട്ടനാണ് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആര്യഭട്ടൻ ശരിയല്ലെന്നും ആര്യഭടനാണ് ശരിയായിട്ടുള്ളതെന്നും ചരിത്രകാരന്മാർ വളരെയധികം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ആര്യഭടൻ അട്ടനായിരുന്നു എങ്കിൽ അദ്ദേഹം എഴുതിയ കൃതിയെ ആര്യഭട്ടീയം എന്ന് രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ അദ്ദേഹം എഴുതിയ കൃതിക്കെല്ലാം പേര് ആര്യഭടീയമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ആര്യഭട്ടൻ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം ഈ കേരളത്തിൽ ജനിച്ചിട്ടുള്ളതല്ല, ഗുപ്ത സാമ്രാജ്യത്തിൽ പാടലീപുത്രത്തിൽ ജനിച്ച ആളാണെന്നും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന പാടലീപുത്രം പാറ്റ്ന എന്ന ബീഹാറിലുള്ള പാറ്റ്ന, അദ്ദേഹം ഒരു നളന്ദയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആര്യഭടീയമായാലും മറ്റ് കൃതികളായാലും അവരുടെ എവിടെയും നളന്ദയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ നളന്ദയുടെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരാളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എവിടെയെങ്കിലും നളന്ദയെക്കുറിച്ച് അത് സൂചിപ്പിക്കുമായിരുന്നു. അപ്പോൾ നളന്ദയിൽ ഇദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാരതീയരായ ആളുകൾ വിചാരിച്ചിരുന്നത് ഇല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്ന ദിവസം രാഹു ഒരു പാമ്പായിട്ട് വന്ന് അതിനെ സൂര്യനെ വിഴുങ്ങുന്നു എന്നാണ്. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണത്തിലും ഇതുപോലെ ഒരു പാമ്പ് ഇങ്ങനെ വിഴുങ്ങുകയാണ്. ഇതൊക്കെ അസംബന്ധമാണെന്ന് അദ്ദേഹം തെളിയിക്കുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നത് കൊണ്ടാണെന്നും സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നത് കൊണ്ടാണ് എന്നും അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമി ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നതല്ല, അത് കറങ്ങുന്നതാണ്. അങ്ങനെ സ്വയം കറങ്ങുന്നതിന് ഒരു പ്രത്യേകം ആക്സിസ് ഉണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതിന് 23 മണിക്കൂർ 54 മിനിറ്റ് 41 സെക്കൻഡ് വേണമെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ കണ്ടുപിടുത്തമെന്ന് ആലോചിക്കണം. ഇന്ന് വരെ അതിന് കാര്യമായ ഒരു വ്യത്യാസം
പറയുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഈ കറക്കത്തിൽ 23 മണിക്കൂറും 56 മിനിറ്റും 41 സെക്കൻഡുമാണ് എടുക്കുന്നത്. അതിൽ ഈ 41 സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ 0.009 സെക്കൻഡിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ അത് പിൽക്കാലത്ത് കണ്ടുപിടിക്കാനും അഭിപ്രായപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഈ ഭൂമി സ്വയം കറങ്ങുക മാത്രമല്ല, അത് സൂര്യനെയും വലം വയ്ക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സോക്രട്ടീസൊക്കെ കണ്ടുപിടിച്ചിരുന്നത് ഇത് ഭൂമി സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കുകയാണെന്നാണ്. അങ്ങനെയല്ല, സൂര്യൻ സോളാർ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ ഭൂമിയെന്നും ആ ഭൂമി ഈ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നതിന് 365.868686.805 ദിവസമെന്ന് ഇത്ര സൂക്ഷ്മമായി അദ്ദേഹം കണക്ക് കൂട്ടുകയുണ്ടായി, കണക്ക് തിട്ടപ്പെടുത്തുകയുണ്ടായി. അതായത് 365.85866805 ദിവസം. ഒരിക്കൽ കൂടി പറയുകയാണ്, 365 ദിവസവും 858860805 ദിവസം എന്ന് അദ്ദേഹം തിട്ടപ്പെടുത്തിയത് ഇന്ന് അതിനെ മാറ്റാൻ കഴിയാതെ അത് അചഞ്ചലമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ആര്യഭടീയം എഴുതിയപ്പോൾ ആര്യഭടീയത്തിൽ അദ്ദേഹം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന ഈ ദിവസം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് കൂടാതെ തന്നെ അദ്ദേഹം റിലേറ്റിവിറ്റി തിയറിയുടെ ബീജാഭാവവും ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള ജെട്ടിയും അവിടെ നിൽക്കുന്ന ആളുകളും ഒക്കെ അത് പുറകോട്ട് അതിവേഗം പോകുന്നതായിട്ട് കണ്ടു. ഇതിന് കാരണവും അദ്ദേഹം പറഞ്ഞു, അത് ഭൂമി ചലിക്കുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ ഭൂമി ചലിക്കുന്നത് കൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾ തന്നെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. സൂര്യപ്രകാശം വന്നു വീഴുന്ന സ്ഥലം പകലായും വീഴാത്ത ഭാഗം രാത്രിയായും അനുഭവപ്പെടുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ആൾജിബ്ര കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആൾജിബ്ര കണ്ടുപിടുത്തത്തോടുകൂടി അദ്ദേഹത്തിന് ആൾജിബ്രയുടെ പിതാവ് എന്നുള്ള സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രിഗണോമെട്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് വാല്യൂ ഒരു അക്കത്തിൻ്റെ പ്ലേസ്മെൻറ്റ് വാല്യൂ അദ്ദേഹം കണ്ടുപിടിച്ചുകൊണ്ട് സീറോ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ സീറോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് പിന്നീട് വന്ന ബ്രഹ്മഗുപ്തൻ അത് സീറോ അതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇത് കൂടാതെ ഈ ഗണിതശാസ്ത്രത്തിലെ വളരെ സൂക്ഷ്മമായ ഘടകങ്ങളായ സൈൻ തീറ്റ, കോസ് തീറ്റ ഇവയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും കൂടാതെ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ഈ ഗോളങ്ങളുടെ വ്യാപ്തമായാലും സർക്കിളുടെ വ്യാപ്തമായാലും എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന പൈ എന്ന് പറയുന്ന ഒരു സ്ഥൂല രൂപമാണ്. അതിന് നൽകിയിരിക്കുന്ന വാല്യൂ അദ്ദേഹം നൽകിയത് 3.1416 എന്നാണ്. 3.1416. അത് ഇതുവരെയും തെറ്റാണെന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഈ ട്രിഗണോമെട്രി ആയാലും ജോമെട്രി ആയാലും ആൽജിബ്ര ആയാലും എല്ലാം അദ്ദേഹത്തിൻ്റെ കണക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഉണ്ടായിട്ടുള്ള എല്ലാ നിർമ്മിതികളുടെ ശാസ്ത്രീയ അടിത്തറയും ഈ ആൽജിബ്രയും ട്രിഗണോമെട്രിയും ഒക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്യൂബിക് റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം കണ്ടുപിടിക്കുന്നതൊക്കെ ഇത്രയും വലിയ ആധുനിക കാലത്തുള്ള സജ്ജീകരണങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. അത് ഒരു ചരടിൻ്റെയോ ഒരു ചക്രത്തിൻ്റെയോ ഒരു നിലാവിൻ്റെയോ നിഴലിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ഗണിതശാസ്ത്രത്തെ തിട്ടപ്പെടുത്തിയ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അത് അത്ഭുതകരമായിട്ടല്ലാതെ നമുക്ക് വിശ്വസിക്കാനേ കഴിയത്തില്ല. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ കൃതി, അതായത് ആര്യഭടീയം ഭൂമി ചലിക്കുന്നു എന്നും
അതുപോലെ സ്വയം ചലിക്കുക മാത്രമല്ല സൂര്യനെയും വലയം വയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം ആ തിയറി അവതരിപ്പിച്ചത്, ആ ആര്യഭടീയം എഴുതിയത് 23 വയസ്സുള്ളപ്പോഴാണ്. 23 വയസ്സ് ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ AD 499 പക്ഷേ ഇദ്ദേഹം ഭൂമി കറങ്ങുന്നു എന്നും സൂര്യനെ കറങ്ങുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹമല്ല കണ്ടുപിടിച്ചത്, കോപ്പർനിക്കസ് ആണെന്നാണ് പാശ്ചാത്യ ചരിത്രകാരന്മാർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ കോപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ തിയറി അവതരിപ്പിച്ചത് തന്നെ AD 543. അപ്പോൾ AD 543 എന്ന് പറയുമ്പോൾ ആര്യഭടീയം പ്രസിദ്ധപ്പെടുത്തിയ അത് കഴിഞ്ഞ് 44 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇതുപോലെയാണ് പാശ്ചാത്യ ശാസ്ത്രകാരന്മാർ ഇന്ത്യയിലെ ശാസ്ത്ര കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടേതായി ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈതൃകം ആര്യഭടനാണ്. അതുപോലെ തന്നെ റിലേറ്റിവിറ്റി തിയറിയുടെ പൈതൃകവും ആര്യഭടനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചന്ദ്രനും ഉണ്ടാകുന്ന തിളക്കം അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന തിളക്കം അതിൻ്റേതായ തിളക്കമല്ലെന്നും അത് സൂര്യരശ്മി വന്നടിക്കുന്നത് കൊണ്ടുള്ള തിളക്കമാണ് എന്നും കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. അങ്ങനെ ഈ ആര്യഭടൻ എഴുതിയിട്ടുള്ള ആ ആര്യഭട്ടീയത്തിൽ ഒക്കെ 23 വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ 23 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗീതിക പദ, അത് സമയത്തിൻ്റെയും പ്രപഞ്ച രഹസ്യത്തിൻ്റെയും ഒക്കെ യൂണിറ്റുകളാണ്. ഗണിതപദ ശുദ്ധ കണക്കാണ്, അത് ആൾജിബ്രയും ട്രിഗണോമെട്രിയും ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാലിക പദ ആൾജിബ്ര ഇത് ഗണിതപദത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ കാലിക പദയിൽ പറയുന്നത് ഈ ഗ്രഹങ്ങളുടെ പൊസിഷനാണ്, അവയുടെ ആ സമയവുമാണ്, അത് ചലിക്കുന്ന സമയവുമാണ്. ഗോളപദ അതാണ് അസ്ട്രോണമി, അത് ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെടുത്തി ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ശാസ്ത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹം കേരളീയനാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലൊപ്പം തന്നെ അദ്ദേഹം ഭാരതീയനാണെന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെയുള്ള സാംസ്കാരികവും വൈജ്ഞാനികവും സാമൂഹികവും ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ പ്രായമായവരും അല്ലാത്തവരും അത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുകയും ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം.